ആധ്യാത്മിക രാമായണം 10ാമത്തെ ദിവസത്തിന്റെ 2ാമത്തെ ഭാഗത്തിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ വാൽമീകി മഹർഷിയുടെ 2ാമത്തെ ജന്മത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. 2ാമത്തെ ജന്മം എന്ന് പറയുമ്പോൾ ആ ഭൗതിക ജീവിതത്തിൽ തന്നെയുള്ള 2ാമത്തെ ജന്മം. അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ആ ഒരു ട്രാൻസ്മൈഗ്രേഷൻ കിട്ടിയത് എന്ന് നമ്മൾ പഠിച്ചു. ആ ട്രാൻസ്മൈഗ്രേഷൻ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ചിന്തകളും അതിനു മുമ്പുള്ള ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ചു, ഇല്ലേ? ഏതൊരുവനാണോ ഇത്രയും ക്രൂരമായി യാതൊരു ദയയുമില്ലാതെ പക്ഷികളെയും മൃഗങ്ങളെയും കൊല്ലുന്നതും മാത്രമല്ല ആ വനത്തിലൂടെ സഞ്ചരിക്കുന്നവരെയെല്ലാം പിടിച്ചു പറിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ പിന്നീട് ആത്മീയമായ സാധന കൊണ്ട് രാമമന്ത്രം ജപിച്ചിട്ട് ശ്രീരാമചന്ദ്രനെ ഓർമ്മിച്ചിട്ട്, അറിയാതെ തന്നെ ഓർമ്മിച്ചിട്ട്, അതിന്റെ ഫലം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. സപ്തർഷികൾ പറഞ്ഞു തന്നു, അതേപോലെ ചെയ്തു, അത്രയേ ഉള്ളൂ. ഒരു 2ാമത്തെ ജന്മം കിട്ടുകയും അതേ ക്രൂരമായ ആ മനസ്സിന്റെ ഉടമ പിന്നീട് ആത്മീയമായിട്ട് മാറുകയും ദീനാനുകമ്പ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതാണ് ആദ്യത്തെ ശ്ലോകം മാ നിഷാദ എന്ന് പറഞ്ഞ ആ ശ്ലോകം വരുന്നത്. ജീവിതത്തിന്റെ കർമ്മ മേഖലകളിലൂടെ പോകുമ്പം കർമ്മം അത് വളരെ വലിയൊരു സംഭവമാണ്. അവൻ നമ്മളെ പിടിച്ച് ടൊർണാഡോ, നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മളെ പെരുമൺ ദുരന്തത്തിന് ആ ഒരു ഭാഗം മാത്രം തീവണ്ടി എങ്ങനെ മറിഞ്ഞു എന്ന് ചോദിച്ചപ്പം അതൊരു പുതിയ കണ്ടുപിടുത്തം എന്നൊക്കെ പറഞ്ഞു. അത് ടൊർണാഡോ എന്ന പേരുള്ള ഒരു ചുഴലിക്കാറ്റായിരുന്നു. അപ്പം ആ ഭാഗത്ത് മാത്രം കിടന്നു. അതുപോലെയാണ് ഈ കർമ്മബന്ധങ്ങൾ എന്ന് പറയുന്നത്. അവിടെ മാത്രമായിട്ട് പിടിച്ച് നമ്മളെ കറക്കിക്കൊണ്ട് കളയും. ഈ കറക്കലിൽ നിന്ന് മുക്തമാവണം എന്നുണ്ടെങ്കിൽ ആത്മീയമായ ഒരു ഭാവം നമുക്ക് വരണം. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ 2 ജന്മമുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ ഗുരുവാണ് 2ാമതൊരു ജന്മം കൊടുക്കുന്നത്. അവന്റെ ജന്മസിദ്ധമായ വാസനയനുസരിച്ചിട്ട് അവനെ പക്വപ്പെടുത്തിയെടുക്കും, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന്. ആ ജന്മവാസന അവനെ പോഷിപ്പിച്ചെടുക്കുന്നു. എങ്ങനെ എടുക്കുന്നു? ദൈവികമായിട്ട് പോഷിപ്പിച്ചെടുക്കും അവനെ. ജന്മവാസനയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ ആ ജന്മവാസന എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്നുള്ളതാണ് പിന്നീടുള്ള ചിന്ത. അങ്ങനെ ആ ഒരു 2ാമത്തെ ജന്മം നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമാണ്. 2ാമത്തെ ജന്മം, അതിനാണ് നമ്മൾ ഗുരുവിനെ ആത്മീയമായി സ്വീകരിക്കുന്നത്. ഇപ്പം അങ്ങനെ വരുമ്പം നമ്മൾ പാപപ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഈ ടൊർണാഡോ എന്ന ചുഴലിക്കാറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഒരുപാട് ഉദാഹരണങ്ങൾ അതിനകത്തുണ്ട്. ഇടയ്ക്ക് പ്രവാദരുടെ സ്റ്റേറ്റ്മെന്റ് അല്ല, അമേരിക്കയിൽ സംസാരിച്ചിരിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രവാദർ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് പ്രവാദരുടെ സന്ദേശങ്ങൾ കേൾക്കാൻ ഒരുപാട് പേര് വന്നു കൂടും. നമ്മളെക്കാട്ടിയും ബുദ്ധിയുള്ളവരാണ് അമേരിക്കക്കാരും നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാദരുടെ കൂടെ കുറെ ശിഷ്യന്മാരും കാണും. ഇപ്പം അവരിൽ ഒരാൾ ചോദിച്ചു, ഓക്കെ, അങ്ങ് പറയുന്ന കൃഷ്ണനെ വിളിക്കാം, അങ്ങ് പറയുന്ന മന്ത്രം ജപിക്കാം, ഞങ്ങളുടെ പാപങ്ങൾ എപ്പം മാറുമെന്ന് ചോദിച്ചു. പ്രഭു പറഞ്ഞു 1 മിനിറ്റ്. പ്രഭുവാദിന് പറഞ്ഞു 1 മിനിറ്റ്, നോ എനി ഡിലേ. 1 മിനിറ്റ്, വിത്തിൻ 1 മിനിറ്റ് കൊണ്ട് പാപങ്ങൾ മാറും. പ്രഭുവാദിന് ഭഗവത്ഗീതയിലെ ശ്ലോകം വെറുതെ പറയുന്നതല്ല. ഭഗവത്ഗീതയിലെ ഭഗവാൻ അർജുനോട് പറഞ്ഞത്, സർവധർമാൻ പരിത്യജ്യ മാം ഏക ശരണം വ്രജഃ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. നീ കാണുന്ന എല്ലാ ധർമ്മങ്ങളും വിട്ടിട്ട് നീ എന്നെ മാത്രം ശരണം പ്രാപിക്കുക, നിന്നെ ഞാൻ പാപപ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മുക്തി നേടാം, എല്ലാ പാപങ്ങളും ഞാൻ എടുത്തു കളയാം എന്ന് ഭഗവാൻ പറയുമ്പോൾ വിത്തിൻ 1 മിനിറ്റ്. പിന്നെ സെക്കൻഡ് ഓപ്ഷൻ പറയുന്നുണ്ട് അതിനകത്ത്, എങ്ങനെ വിത്തിൻ 1 മിനിറ്റ് കൊണ്ട്. വിത്തിൻ 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ്? അവിടെയാണ് ഭഗവാൻ പറഞ്ഞു, മന്മനാഭോ മത്പത്വോ മദ്യാജീമാ നമസ്കുരു മാമേ വൈഷസത്യന്തേ പ്രതിയാനോ പ്രിയോസി.
നീ എന്നെ ധ്യാനിക്കുക, ഞാൻ പറയുന്നത് നീ കേൾക്കുക, എന്നെ ഉപാസിക്കുക, എന്റെ സേവനത്തിൽ ഏർപ്പെടുക, നിന്നെ ഞാൻ വിത്തിൻ 1 minute. വീണ്ടും അടുത്ത ശ്ലോകം പറയുന്നു ഭഗവാൻ, ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്ചാന്തി നിഗച്ഛതി. പെട്ടെന്ന് തന്നെ നിന്റെ പാപങ്ങളെല്ലാം പോകും. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ദശരഥന് മോക്ഷം കിട്ടുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? എങ്ങനെ മോക്ഷം കിട്ടി ദശരഥന് ആക്ച്വലി പുത്രദുഃഖം വളരെ വലുതായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചെറിയ രീതിയിൽ ചെറിയൊരു കനിവ് ഭഗവാൻ അവിടെ കൊടുത്തു. ജസ്റ്റ് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ദശരഥൻ ആ വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. കാര്യം നമ്മളുടെ ഭൗതികമായ ദൃഷ്ടിയിൽ ദശരഥൻ കരഞ്ഞു കരഞ്ഞ് പുത്രനെ ഓർത്ത് പുത്രനഷ്ടത്താൽ മരിച്ചു. ആക്ച്വലി ദശരഥന്റെ പുത്രനല്ല ശ്രീരാമചന്ദ്രൻ, സാക്ഷാൽ ഭഗവാനാണ്. ഒരു അനുഗ്രഹം ദശരഥന് കൊടുത്തു. അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പം അവിടെ ദശരഥൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ ഓർമ്മിച്ചിട്ട് രാമ 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 എന്ന് വിളിച്ചിട്ട് ഭഗവത് പാദം പോകുകയാണ് ഉണ്ടായത്. എത്ര വളരെ മനോഹരമായ, പക്ഷേ കർമ്മ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുകൂടി അതിനകത്ത് കാണിച്ചു. കാര്യം ദശരഥൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി. പക്ഷേ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ആ തെറ്റിനെ ലഘൂകരിച്ചെടുത്തു. അനുഭവിച്ചത് ആരൊക്കെയാണ്? അനുഭവിച്ചത് കൈകേയിയാണ് അനുഭവിക്കുന്നത്. ഭർത്താവിലെ വിധവയായി മാറി. ശരിയല്ലേ? സ്വന്തം മകനെ രാജാവാക്കണമെന്ന് വിചാരിച്ചിട്ട് ഭരതൻ രാജാവായോ? രാജാവായില്ല. രാജാവായോ? ആയി എന്നുള്ള രീതിയിൽ പോയി. അപ്പം ഇതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ആ പാവ പ്രതികരണങ്ങളിൽ നിന്നുള്ള ഒരു കഥയും കൂടെ പറഞ്ഞിട്ട് ബാക്കി ഭാഗം നമ്മൾ വായിക്കാം അല്ലേ? അപ്പം മാണ്ഡവ്യ മുനിയെ പറ്റി കേട്ടിട്ടുണ്ടോ? മാണ്ഡവ്യ മുനിയെ പിന്നീട് അണിമാണ്ഡവ്യൻ എന്നുകൂടി നമ്മൾ പറയാറുണ്ട്. മാണ്ഡവ്യ മുനി ഇന്ന് മഹാഭാരത കഥയിലാണ്. ശുശിമ്രു മഹാഭാരത കഥയിലാണോ മാണ്ഡവ്യ മുനി വരുന്നത്? മഹാഭാരതം ചോദിക്കുമ്പോൾ ശുശിമ്രൻ അടുത്ത് ചോദിക്കണം. കാര്യം മഹാഭാരതം മൊത്തം വായിച്ച് കലക്കി കുടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം മാണ്ഡവ്യ മുനി വളരെ പരമസാധുവായ ഒരു മുനി. ഒരിക്കലും തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം കൊള്ളക്കാര് ഓടി വരികയാണ്. ഭടന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണ്. അപ്പം ഈ ഓടി വരുന്ന വഴിക്ക് ഈ കള്ളന്മാര് മാണ്ഡവ്യ മുനി ധ്യാനിച്ചിരിക്കുന്നത് കണ്ടു. അടുത്ത ആശ്രമവും കണ്ടു. കൊള്ളക്കാരെന്ത് വിചാരിച്ചു? ഈ ആശ്രമത്തിൽ കയറി ഒളിച്ചിരുന്നു കഴിഞ്ഞാല് ഈ ഭടന്മാരങ്ങ് പൊയ്ക്കോളും, ഭടന്മാര് ഈ മുനിയെ സംശയിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ആശ്രമത്തിൽ കയറി. പക്ഷേ ഈ ആശ്രമത്തിൽ ഈ കള്ളന്മാര് കയറുന്നത് ദൂരെ നിന്ന് ഭടന്മാര് കണ്ടിട്ട് വന്നു. ഈ മുനിയെ ഉൾപ്പെടെ കള്ളന്മാരെ പൊക്കിക്കൊണ്ട് രാജസന്നിധിയിൽ കൊണ്ടുവച്ചു നിർത്തി. ഭടന്മാര് പറഞ്ഞു ഇവരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞു. മുനി ഉൾപ്പെടെ ഉള്ളവരെ എല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞു. അങ്ങനെ ശിക്ഷ കൊടുത്തു. ശിക്ഷ എന്താണ് കൊടുക്കുന്നത്? ശൂലം, നെഞ്ചിൽ ശൂലം കുത്തിക്കയറ്റി ഭിത്തി തറച്ചു നിർത്തി. നിന്ന നിൽപ്പിൽ ഭിത്തിയിൽ തറച്ചു നിർത്തി. ഈ കള്ളന്മാരെ മുനി ഉൾപ്പെടെ വേദന അനുഭവിച്ചു. കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് രാജാവിന് മനസ്സിലായി ഇതിനകത്ത് ഒരാൾ മുനിയാണ്, അദ്ദേഹം നിരപരാധിയാണെന്നുള്ളത്. അങ്ങനെ മുനിയെ താഴെ നിർത്തി. ക്ഷമാപണം പറഞ്ഞു. ഈ ആണി, അതായത് ആ ശൂലം വലിച്ചൂരാൻ ശ്രമിച്ചപ്പോൾ ഊരി വരുന്നില്ല. അങ്ങനെ പുറത്ത് കാണുന്ന തട്ടിയതുകൾ കളഞ്ഞു, അകത്തുള്ളത് അതേപോലെ തന്നെ ഇരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അവസാന സമയം വരെ ഈ ശൂലവും ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. വേദനയും എടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സമയമായപ്പോൾ അദ്ദേഹവും ഭൗതിക ജീവിതം വിട്ടുപോയി, ദേഹം വിട്ടുപോയി. നേരെ യമധർമ്മന്റെ അടുത്തേക്കാണ് നമ്മളെല്ലാം ചെല്ലുന്നത്. യമധർമ്മന്റെ അടുത്തെത്തി. യമധർമ്മന്റെ സെക്രട്ടറി നമുക്കറിയാം, ചിത്രഗുപ്തൻ. അപ്പം ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു യമധർമ്മന്റെ അടുത്ത്. നോക്കൂ, ഞാൻ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആത്മീയമായി നടന്നിരുന്ന ഒരു മുനിയായിരുന്നു. ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല.
പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വർഷങ്ങളോളം ഞാൻ ഈ ശൂലവും ഹൃദയത്തിൽ തറച്ച് വേദന അനുഭവിച്ചിട്ട് ഞാൻ വർഷങ്ങളോളം കഴിഞ്ഞു. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് ഈ മുനി യമധർമ്മന്റെ അടുത്ത് ചോദിച്ചു. യമധർമ്മൻ ചിത്രഗുപ്തന്റെ അടുത്ത് പറഞ്ഞു, ആ ലിസ്റ്റ് എടുത്ത് നോക്കാൻ പറഞ്ഞു. ഇത്രയും ശ്രേഷ്ഠമായ മുനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എന്തുകൊണ്ട് വന്നു? ചിത്രഗുപ്ത പറയൂ, എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു. ചിത്രഗുപ്തൻ ലിസ്റ്റ് എടുത്തു. വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. വീണ്ടും നോക്കുന്നു. നോക്കി വരുമ്പോൾ കുട്ടിക്കാലത്ത് പ്രായം 10 വയസ്സിൽ താഴെയുള്ള സമയത്ത്, കുട്ടികളായിട്ട് കളിച്ചു നടന്ന സമയത്ത് ഒരു ചെറിയ പ്രാണിയെ പിടിച്ചിട്ട്, എനിക്ക് തുമ്പിയാണോ സംതിങ് പിടിച്ച്, അതുപോലെ ചെറിയ പ്രാണി പിടിച്ചിട്ട് അതിന്റെ പൃഷ്ഠത്തിൽ സൂചി കുത്തി കളിക്കുമായിരുന്നു. ആ വേദന അവിടെ എഴുതി വെച്ചിരുന്നു. ഒരു ദിവസം എത്ര തുമ്പികളെയാണ് അല്ലെങ്കിൽ എത്ര ആ പ്രാണികളെയാണ് ആ പൃഷ്ഠഭാഗത്ത് കുത്തി വേദനിപ്പിക്കുന്നത്. അതിന്റെ ഒരു വേദനയായിരുന്നു ജീവിതത്തിന്റെ അവസാനം അനുഭവിച്ചത്. കർമ്മബന്ധനം, കണ്ടീഷൻസ്. വി ആർ കണ്ടീഷൻഡ് സോൾ. ബദ്ധ ജീവാത്മാക്കളാണ് നമ്മൾ, സ്വതന്ത്ര ജീവാത്മാക്കളല്ല. അപ്പം മുനിക്ക് ഭയങ്കര സങ്കടവും വിഷമവും തോന്നി, നൈരാശ്യം തോന്നി. നോക്കൂ, അറിയാത്ത ഒരു സമയത്ത്, വെറും ബാലന്മാരായി നടന്ന സമയത്ത് ഒരു കുസൃതിക്ക് വേണ്ടിയിട്ട് ചെയ്ത ചെറിയ ചെറിയ തെറ്റുകൾക്ക് ഇത്രയധികം വലിയ ശിക്ഷ ഞാൻ അനുഭവിക്കണോ എന്ന് ചോദിച്ചിട്ട് ഈ യമധർമ്മനെ മുനി ഒരു പ്രതിശാപം കൊടുക്കുന്നു. ഭൂമിയിൽ വന്ന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് യുധിഷ്ഠിരന്റെ ജന്മം വരുന്നത്. യമധർമ്മന്റെ അടുത്ത ജന്മമാണ് യുധിഷ്ഠിരനായിട്ട് വരുന്നത്. യുധിഷ്ഠിരനും അവിടെ ആ പാവവും എല്ലാം വിഷമതകളൊക്കെ അനുഭവിച്ചു. നോക്കൂ, കർമ്മബന്ധങ്ങൾ, കാർമിക് റിയാക്ഷൻ വളരെ വലുതാണ്. ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്, പൂന്താനം നമ്പൂതിരി വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ വരികൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. ബ്രഹ്മാവിന് പോലും കർമ്മബന്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാർമിക് റിയാക്ഷൻ ഒരേ ഒരാൾക്ക് മാത്രമേ ഇല്ലാതുള്ളൂ. അത് സാക്ഷാൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ, ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കർമ്മബന്ധങ്ങളിൽ പെട്ടിരിക്കുന്നതാണ്. ജ്ഞാനപ്പാനയിൽ പൂന്താനം നമ്പൂതിരി വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. അപ്പൊ ആ കർമ്മബന്ധനങ്ങളിലൂടെ നമ്മൾ പോകുന്നു. രാമായണം 10ാമത്തെ ദിവസം ചെല്ലുമ്പോൾ ആ 2ാമത്തെ ഭാഗത്തിലോട്ട് സുഭാജി തുടങ്ങും. ഹരേ കൃഷ്ണ. പ്രഭു, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് മുഴുവൻ ചൊല്ലി വായിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, അതുകൊണ്ടാണ് ഞാൻ വായിച്ചില്ല. ഇനി കുറെ നമ്മള് ഞാനൊരു ദോഷം ആരോടുമേ ചെയ്തില്ല, അവിടെ നോട്ടല്ലേ ഇനി? പ്രഭു, മാതാജി, പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ. ഇവിടം വരെയല്ലേ മാം അപരാധിനം രക്ഷിക്ക വേണമേ, അവിടെ വരെയല്ലേ? അത് കഴിഞ്ഞിട്ടൊരു 4 ലൈൻ കൂടെ നമ്മൾ വായിച്ചു, 3 ലൈൻ കൂടെ വായിച്ചു. ശരി. എത്രാമത്തെ ശ്ലോകം അത്? അല്ല, നമ്മുടെ മാതാജി ഇതല്ലേ വായിച്ച? കുംഭത്തിൽ നീലകം പുക്ക ശബ്ദം കേട്ടുക്കുമ്പോ അതാതെ മൃഗയാ വിവശനായി ആന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്തേ നദി പാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതെല്ലാർക്കുമേ ബ്രഹ്മഹത്യ പാപമുണ്ടാകയില്ലതേ വൈശ്യനത്രേ ഞാൻ മമാപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും
എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുക അറിയുക നീ. പ്രാണങ്ങൾ പോകാനു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോധരണം ചെയ്തു. പിന്നെ സജലം കലശവും കൈകൊണ്ടു ദമ്പതിമാരിയ്ക്കുന്ന വീടേക്കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ വർദ്ധിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ. മറ്റുള്ളൊരാശയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാം മതി സ്വസ്ഥനായി വന്നിടോ നീ കുമാരബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധൗ മത്പാദവിന്യാസ ജധ്വനി കേൾക്കയായി കാൽപെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചതന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രൗ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയ. കുംഭത്തിൽ നീരകം പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പീകരം തന്നിലമ്പസു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതും ബലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നിടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലമാവാനു എന്നോടു ചൊല്ലിടിനാൻ. കർമ്മമത്രേ മമ വന്നിതു തവ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോടു ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനി. ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമെന്നിയെ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തു വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിടിനാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മീരാജി ഹരേ കൃഷ്ണ. ആ ഡോക്ടർ ജി എത്തി. ഹരേ കൃഷ്ണ. ഒന്ന് രണ്ട് ഡോക്ടർ ഉണ്ട്, ഒന്ന് ഒരു പീഡിയാട്രീഷ്യനും ഒന്ന് സ്കിൻ സ്പെഷ്യലിസ്റ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മീരാജി കണ്ടിന്യൂ ചെയ്തോളൂ. ഹരേ കൃഷ്ണ. മ്യൂട്ടാണ് മീരാജി, മ്യൂട്ടാണ്. നമസ്തേ നമസ്തേ. ഹരേ കൃഷ്ണ. ലേറ്റ് ആയത് ക്ഷമിക്കണം. കുഴപ്പമില്ല, ഏട്ടായാലും എത്തിയല്ലോ, അതാണ്. അതെ അതെ, ഞാൻ ക്ലിനിക്കിൽ വന്ന് കുളിച്ചതേ ഉള്ളൂ. ഹരേ കൃഷ്ണ. നന്നായി. ഹരേ കൃഷ്ണ. പുത്രനവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മിയെടുത്തതി ദീനതയോടു മകനുടൽ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാർ. നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ. തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരിലോകം ഗമിച്ചു വാണിടിനാർ. വൃദ്ധതബോധനൻ അന്നേരം എന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം
നമുക്കാഗതമായിതു താപസ വാക്യമസത്യമായും വരാം. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമ പുത്രാ ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഹാ ഹാ ഗുണാംബുദേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പുക്കു സുരാലയം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടു മുഴറി സസംഭ്രമ മന്ദപുരമകം പുക്കരുളിൽ ചെയ്തു. തൈലമയ ദ്രോണി തന്നില കൂതര പാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ. എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകേയ രാജ്യമകം പൂക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കൈകേയ രാജ്യമകം പുനത്വായുധാജിത്തിനോടു ചൊല്ലിടിനാർ. കേൾക്കാൻ നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത. ഹരേ കൃഷ്ണ. സുമാരി കണ്ടിന്യൂ വായിക്കണോ അതോ പിന്നെ കുറച്ചുകൂടെ വായിക്കണോ? വായിക്കാല്ലേ? ഭരതവിലാപം നെക്സ്റ്റ് ഹെഡിങ് അതുവരെ വായിക്കാം അല്ലേ? വായിക്കാൻ കിട്ടും അല്ലേ? ഓക്കെ, വായിച്ചോളൂ. ഓക്കെ, വായിച്ചോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. കേൾക്കാൻ നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്കെന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങോരാപത്തകപ്പെട്ടിതു. താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടും അയോധ്യാപുരി പൂക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ഭാതവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോ വിഹീനമകം പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണ വർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സ്മിതമാതാജി ഹരേ കൃഷ്ണ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉത്ഥായ ഗാഠമാലിന്യമടിയിൽ ഉത്തമാംഗേ മുകർന്നാശ്രു ചോദിച്ചു. ഭദ്രമല്ലി തൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ ഭരതനീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തിൽ ഉത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാനെനിക്കുള്ളിൽ. താതനെവിടെ വസിക്കുന്നു മാതാവേ? മാതാവിനോട് പിരിഞ്ഞു രഹസ്യ ഞാൻ. താതനെ പണ്ടു കണ്ടിലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്തുൾ പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങോ പറയുകെന്നു കേട്ടു. തൽപ്രിയാമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാനവകാശം. നിന്മനോവാഞ്ചിത മൊക്കെ വരുത്തി ഞാൻ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സിമ്മി ഹരേ കൃഷ്ണ. ആ വായിച്ചോളൂ, അടുത്തൊരു 4 വരി. അശ്വമേധാദി.
അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ പുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ തൽപിതാവെന്നു കേട്ടോരു ഭരതനും ശോണിതലെ ദുഃഖ വിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങാനത്രയും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സുമാജി, സ്മിതമാജിയും ചിമ്മിയൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വായിക്കാൻ. അതെ അതെ അത് നമ്മള് ആദ്യത്തെ റെക്കോർഡിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാര്യം സ്മിതമാജിയൊക്കെ രാമായണം കൈകൊണ്ട് തൊട്ടിട്ടേ ഇല്ലാത്ത ആൾക്കാരായിരുന്നു. എന്തായാലും സന്തോഷം. സ്നിഗ്ധ വന്നിരിക്കുന്നല്ലോ, മുടിയൊക്കെ വെട്ടി ക്ലിയർ ആയിട്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തൊഴുതു ഹരേ കൃഷ്ണ പറഞ്ഞു. ഹരേ കൃഷ്ണ. എന്താ അറിയാതെ തൊഴുതു പോയതാ, അല്ലെങ്കിൽ ഒരാള് ചോദിച്ചപ്പോ ഹരേ കൃഷ്ണ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. സുരേഷ് ജി ഹരേ കൃഷ്ണ, നമസ്തേ. അപ്പം നമ്മള് കർമ്മ ബന്ധങ്ങളിലൂടെയും മോക്ഷങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദശരഥന് മോക്ഷം കിട്ടുകയാണ് ചെയ്തത്, ഭഗവത് പാദങ്ങള് തൂകുകയാണ് ചെയ്യുന്നത് ദശരഥന്. നല്ലൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ഇതിന്റെ ഫർദർ സ്മിതമാതാജി എന്താണ് പറയാനുള്ളത്? മെസ്സേജ് സ്മിതമാതാജി. ഹരേ കൃഷ്ണ. എനിക്ക് ഇതിനെ പറ്റിയൊന്നും പറയാനില്ല. ഞാൻ വേറെ എന്തെങ്കിലും പോയിന്റ് പറഞ്ഞു. ഒരു ആളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ മരണം ഇല്ലാതാക്കണം എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് തപസ് ചെയ്യും. അങ്ങനെ അവസാനം യമരാജൻ പ്രത്യക്ഷപ്പെടും. അപ്പൊ യമരാജനോട് പറയും, ഇങ്ങനെ എനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ യമരാജൻ പറയും, അതെന്തായാലും പോസിബിൾ അല്ല, വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറയും. അപ്പൊ അദ്ദേഹം പറയും, ഓക്കെ, എനിക്ക് നോട്ടീസ് തരണം, മരിക്കാറാവുന്നതിന് മുന്നേ എനിക്ക് നോട്ടീസ് തരണം. അപ്പൊ യമരാജാവ് സമ്മതിക്കും, ഓക്കെ ഞാൻ നോട്ടീസ് തരാമെന്ന് പറയും. അങ്ങനെ ഇദ്ദേഹം സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് പോവും. കല്യാണം കഴിക്കും, മക്കളാവും, പേരമക്കളാവും, വയസ്സാവും, വളരെ വയസ്സാവും. വയസ്സായ സമയത്ത് ഒരു ദിവസം മരിക്കാറായി കിടക്കുകയായിരിക്കും. അപ്പൊ മരിക്കാറായി കിടന്ന് യമദൂതന്മാര് വന്ന് കൂട്ടിയിട്ട് പോകും. അങ്ങനെ കൂട്ടിയിട്ട് പോയി യമരാജാവിന്റെ മുമ്പിൽ എത്തിയപ്പോ പറയും, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നോട്ടീസ് അയക്കണം എന്നുള്ളത്, അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ നോട്ടീസ് ഒന്നും അയച്ചില്ല എന്ന് ചോദിക്കും യമരാജാവിന്. യമരാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല അനേകം നോട്ടീസുകൾ അയച്ചുവല്ലോ എന്ന് പറയും. അപ്പൊ അദ്ദേഹം ചോദിക്കും, എന്ത് നോട്ടീസ് അയച്ചത്, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പൊ യമരാജാവ് പറയും, ആദ്യം മുടി നരയ്ക്കാൻ തുടങ്ങി, അത് ആദ്യത്തെ നോട്ടീസാണ് ഞാൻ അയച്ചത്. രണ്ടാമത്തെ നോട്ടീസ് ഞാൻ അയച്ചു, കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങി. മൂന്നാമത്തെ നോട്ടീസ് ഞാൻ അയച്ചു, പല്ലെല്ലാം വീഴാൻ തുടങ്ങി. നാലാമത്തെ നോട്ടീസ് ഞാൻ അയച്ചു, വടിയില്ലാണ്ട് നടക്കാൻ പറ്റില്ല എന്നാക്കി. അപ്പൊ ഇത്രയും നോട്ടീസുകൾ അയച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ആക്ച്വലി നമ്മൾ ഈ മനുഷ്യന്റെ കഥ പറഞ്ഞ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഭഗവാൻ നമുക്ക് ഒരുപാട് നോട്ടീസസ് അയക്കും. എന്റെ നാമം ജപിക്കണം, എന്റെ അടുത്തേക്ക് വരണം, അല്ലെങ്കിൽ എന്റെ അടുത്ത് സറണ്ടർ ആവണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവുകയില്ല. ഇപ്പൊ ഈവൻ ഈ കൊറോണയുടെ കാര്യം തന്നെ എടുത്താലും ഇത് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മൾ ഭഗവാന്റെ എന്താ പറയാ, ഭഗവാന് സറണ്ടർ ആവാണ്ട് വേറെ ഒരു നിവൃത്തിയില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോ ഇപ്പൊ ഈ മണ്ഡൽ പ്രഭു കാരണം കൊണ്ട് നമുക്ക് രാമായണം വായിക്കാനും ഭഗവത്ഗീത വായിക്കാനും. ഞാൻ കാരണമല്ല, അതിന് ക്രെഡിറ്റ് രണ്ടുപേരാണ്, സുമാജിക്കും മീരാജിക്കും കൊടുക്കണതിന്റെ ക്രെഡിറ്റ് ഒരിക്കലും. ഹരേ കൃഷ്ണ.
തീർച്ചയായിട്ടും എന്നൊന്നും ഞങ്ങൾ ഓർമ്മിക്കും. ഹരേ കൃഷ്ണ. ഭക്തന്മാര് നമ്മളെയും കൂടെ ഗൈഡ് ചെയ്യാണ് ഇതില് തീർച്ചയായിട്ടും. മുന്നേറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചാൻസ് നമ്മൾ കളയാതെ യൂട്ടിലൈസ് ചെയ്യും. ഹരേ കൃഷ്ണ. ഇത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഡോക്ടർ ജിക്ക് എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ. സുശീം പ്രഭു, നമ്മൾ നേരത്തെ നിർത്തി, എന്റെ ഭാഗങ്ങൾ കഴിഞ്ഞു. അപ്പം ഞാൻ അടുത്ത ഭാഗത്തിലോട്ട് പോകുമ്പം അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് കിട്ടിയ ഒരു ആർട്ടിക്കിൾ വായിക്കാം. പുനരവിജനനം പുനരവിവരണം, അതിനെ കുറിച്ച് നമ്മളെ ഇതിൽ വരുന്നതാണ്, പക്ഷെ എല്ലാവർക്കും അറിയുന്നതുമായിരിക്കാം. പക്ഷെ എന്നാലും അത് കുറച്ചൊരു ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. മുജ്ജന്മ കർമ്മം തന്നെയാണ് നാം വീണ്ടും വീണ്ടും ജനിക്കുന്നത്. എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, സ്ത്രീയായോ പുരുഷനായോ, ഏത് മതത്തിൽ ജനിക്കണം, ഏത് ദേശത്ത് ജനിക്കണം എന്നിവയെല്ലാം നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മം അനുസരിച്ച് മാത്രമാണ്. ജന്മന രോഗിയായി ജനിക്കുന്നതും മുജ്ജന്മ കർമ്മം, രോഗങ്ങൾ വന്ന് വലയുന്നതും കർമ്മഫലം, കുത്തേൽക്കുന്നതും കൊല നടക്കുന്നതും മുറിവുകൾ ഏൽക്കുന്നതും അവയവങ്ങൾ നഷ്ടമാകുന്നതും എല്ലാം കർമ്മം ഫലങ്ങളാണ്. നമ്മുടെ അഭിരുചികൾ, കഴിവുകൾ പൂർവജന്മത്തിൽ നിന്ന് കർമ്മഫലമായി വരുന്നത് തന്നെ. നമ്മുടെ സമ്പത്ത്, സാമ്പത്തികം, കടബാധ്യതകൾ എന്നിവയും പൂർവജന്മ ബാലൻസ് വരുന്നതാണ്. ജീവിതത്തിൽ ആകസ്മികമായി ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിയെയും കണ്ടുമുട്ടുന്നതും കർമ്മഫലം തന്നെ. കൂടുതൽ അറിവിനായി ഹരേ കൃഷ്ണ സത്സംഗം, പിന്നെ അവരുടെ പരസ്യമാണ്. ആരെ എപ്പോൾ എവിടെ കണ്ടുമുട്ടണം എന്നതും തീരുമാനിക്കപ്പെട്ടതാണ്. നമ്മുടെ കർമ്മഫലം അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന കുടുംബം, മാതാപിതാക്കൾ, കാമുകനോ കാമുകിയോ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, സഹപ്രവർത്തകർ എല്ലാം ഇവയെല്ലാം നമ്മൾ ചെയ്ത് കൂട്ടിയ കർമ്മവുമായി ബാലൻസ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ എപ്പിസോഡുകൾക്കും എല്ലാം നാം തന്നെ കാരണം. മറ്റുള്ളവരുടെ മീതെ കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാതെ അത് തിരിച്ചറിയാനുള്ള അനുഗ്രഹം ഉണ്ടായാൽ നാം സത്യസന്ധമായ ആത്മാർത്ഥമായുള്ള കർമ്മബന്ധമില്ലാതെ ജീവിക്കും. നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം കാരണം നാം തന്നെ എന്ന തിരിച്ചറിവുണ്ടായാൽ ഈശ്വരോന്മുഖമായി എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് ശിഷ്ടജീവിതം തുടരും. സത്കർമ്മം ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അത് വിനിയോഗിക്കും. പക്ഷെ എല്ലാ തിരിച്ചറിവിനും ഈശ്വര അനുഗ്രഹം വേണം. അതിനുവേണ്ടി നാം ഭഗവാനെ സേവിക്കണം, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണം, പ്രസാദം കഴിക്കണം, ഭഗവത് കഥകൾ കേൾക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ കർമ്മബലം കുറഞ്ഞു വരികയും ഈ ദുരിതമായ ലോകത്ത് വരാനുള്ള അവസരങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും. കലിയുഗത്തിൽ കൂടുതലായും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഭഗവാന്റെ നാമം ജപിക്കുക എന്നാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ. നമ്മള് ഈ വർക്കല സത്സംഗത്തിൽ വന്നതാണ്. ഓരോ ദിവസം ഓരോന്നിടും, അത് ഞാൻ വായിച്ചതന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. എല്ലാം റിലവന്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞു വന്നത് എല്ലാം. അപ്പം ഈ പറഞ്ഞതെല്ലാം കാർമിക് റിയാക്ഷനും എങ്ങനെ കർമ്മബന്ധങ്ങളിൽ നിന്ന്, അതായത് ചിലർ വിചാരിക്കും പിന്നെ നമുക്ക് ദുബായിക്ക് പോകാം, ചിലർ വിചാരിക്കും അമേരിക്കയ്ക്ക് പോകാം എന്നുള്ളത്. ഇതിനകത്ത് ഈ ദുബായിക്ക് വരുന്നവർക്കും ഒരുപാട് ആഗ്രഹം കാണും, അമേരിക്കയ്ക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ചില സാങ്കേതിക കാരണങ്ങളാൽ നടക്കില്ല. കാര്യം അവരുടെ ലിമിറ്റേഷൻ അത്രയുമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും. ജീവിതത്തിൽ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പല പല രീതിയിലാണ് നമ്മൾ ജന്മം എടുക്കുന്നത്. പിന്നെ നമ്മള് ദുബായിൽ അമേരിക്കയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ദുബായിയുടെ ജീവിതം കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടും എന്ന് പറയുന്നത് പോലെ ഓരോന്നിനും, ഓരോ ജന്മത്തിനും ഓരോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ നമുക്ക് പിന്നെ സുഖം കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. ഇനി അമേരിക്കയ്ക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് വിഷമിച്ചുകൊണ്ട് ദുബായിൽ ഇരിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ദുബായിലെ ജീവിതം എങ്ങനെ നമുക്ക് സുഖമാക്കി എടുക്കാം എന്നുള്ളതാണ്. ഏതാണ് ബുദ്ധി എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഒരു ജന്മം കിട്ടി. ഏതൊക്കെയോ രീതിയിൽ നമ്മളൊരു കാർമിക് റിയാക്ഷനിൽ നല്ലതോ ചീത്തയോ എന്താണെന്ന് നമുക്കറിയില്ല, നമുക്കൊരു ജീവിതം കിട്ടി. അപ്പം ആ ജീവിതത്തിൽ ദുഃഖാലയം അശാശ്വതമാണെന്ന് പറയുന്നു. പക്ഷെ ആ അശാശ്വതമായൊരിടത്തും ചെളിക്കുണ്ടിലും താമര വിരിയുന്നത് പോലെ നമുക്ക് വിരിഞ്ഞ് പ്രശോഭിച്ചിരുന്ന് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ അടിയിൽ ചെളിയായിരിക്കും ഉള്ളത്, പക്ഷേ താമര പുഷ്പിച്ചതിന്റെ കൂട്ട് നമുക്ക് പുഷ്പിക്കാൻ സാധിക്കും. താമരയിലയിൽ എങ്ങനെ വെള്ളം പറ്റിപ്പിടിക്കാതെ പോകുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങളും ഏൽക്കാതെ പോകും. അത് ഭഗവാനോട് കൂടി നിന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഭഗവാനെ നമ്മൾ ശ്രവിച്ചെങ്കിൽ,
ഭഗവാനെ നമ്മൾ കീർത്തിച്ചെങ്കിൽ, ഭഗവാന് നമ്മൾ നിവേദിച്ചെങ്കിൽ, നമ്മൾ ഇതുപോലുള്ള സത്സംഗങ്ങൾ കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാവങ്ങളും പോകും. വിത്തിൻ 1 മിനിറ്റ്, പ്രഭാതർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, വിത്തിൻ 1 മിനിറ്റ് നമ്മുടെ പാവങ്ങളും പ്രയാസങ്ങളെല്ലാം പോകും. ഹരേ കൃഷ്ണ. ഞാൻ ഡോക്ടർ ജി എന്ന് വിളിക്കുമ്പോൾ 2 കൺഫ്യൂഷൻ ആവും. ഞാൻ ഡോക്ടർ ദിലീപ് ജി. ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കണം. ഞാൻ ചോദിച്ചില്ല. ഞാൻ ഡോക്ടർ ജി എന്ന് വിളിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. കാര്യം 2 ഡോക്ടേഴ്സ് കൂടെ ഉണ്ട്. അപ്പം ഡോക്ടർ ദിലീപ് ജി എന്ന് ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഡോക്ടറിനെ കണ്ടില്ലേ? ഓക്കെ, സന്തോഷം. അതെ, ബൈ. അപ്പം പറയാം കാര്യങ്ങള്. ദിലീപ് ഡോക്ടർ അല്ലേ? അതെ, ഞാൻ ദിലീപ് ഡോക്ടറാണ്.